നമ്മുടെ ആവശ്യാനുസരണത്തിന് ഇങ്ങനെ കുമ്പളം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് കുമ്പളം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി യഥേഷ്ടം ഇങ്ങനെ കാഴ്ച വരുന്നുണ്ട്. കണ്ടോ, മാവിൽ കുമ്പളം കായ്ക്കുക എന്ന് ചോദിച്ചാൽ മാവിൽ കുമ്പളം കായ്ക്കാൻ പ്രയാസമാണ് എന്നല്ല, ഒരിക്കലും കായ്ക്കുകയില്ല. എന്നാലും മാവിലെങ്ങനെ കുമ്പളം കായ്ക്കുന്നു എന്ന് ചോദിച്ചാൽ മാവിലേക്ക് കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ കയറിപ്പോയാൽ മാവിൽ എത്രയെങ്കിലും കുമ്പളം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആണ് കൃഷിയിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇത് മാവിൽ കായ്ച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ മാവിലേക്ക് പടർത്തിയതൊന്നുമല്ല. നമ്മളിവിടെ കുമ്പളം നട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം നട്ടതായിരുന്നു. അപ്പോൾ അതിൽ കുറേ കായകളൊക്കെ ഉണ്ടായി. അതിൻ്റെ ശേഷം വള്ളിയൊക്കെ ഒരു വള്ളി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറിപ്പോയി മുകളിലേക്ക്. പക്ഷേ ഈ വള്ളിയൊക്കെ ഇവിടെ ഉണങ്ങി, ആ വള്ളിയുടെ കാര്യം അവിടെ തീർന്നു. അതിൻ്റെ ശേഷം പടുവിള എന്ന് പറയും, പടുവിള മുളച്ച് ഉണ്ടായതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതല്ല, ഇതിൻ്റെ മുമ്പേ നമ്മളിതിൽ നിന്ന് കുറേ അറുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ കാണും. അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കൃഷിയിലേക്കൊക്കെ ഒരു ആകർഷണം ഉണ്ടാവുക. മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പക്ഷേ മാവ് നിറയെ പൂത്ത് എന്ന് കരുതി നിറയെ കായ്ക്കില്ല. 1-2 മാങ്ങ കായ്ച്ചെങ്കിൽ ഇതാ ഒരു മാങ്ങ ഇവിടെ ഇങ്ങനെ കണ്ണിമാങ്ങ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാവിൻ്റെ അവസ്ഥ. എന്നാലും മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും നമ്മളെ കുമ്പളം മാവിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൃഷിയിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. നാച്ചുറലായതിനെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും AI വീഡിയോ ഒക്കെ നമുക്കെടുത്ത് കിണറ്റിലിടാനേ തോന്നും. കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർക്കുള്ളതാണത്. അപ്പോൾ കുറച്ച് വെള്ളമുളകിൻ്റെ വിത്തും കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വീഡിയോയുമായിട്ട് വരും. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ചോദിക്കാം. 3 തരം വിത്തുകളാണുള്ളത്. ഈ മുളകിൻ്റെ വിത്തുണ്ടാവും, പിന്നെ ചതുരപ്പയറിൻ്റെ വിത്ത്, പിന്നെ വാളാരങ്ങൻ്റെ വിത്ത്. അങ്ങനെ 3 തരം വിത്തുകളുണ്ടാവും. പിന്നെ ചീര വിത്ത് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് അതുണ്ടാവും, ചുവന്ന ചീരയുടെ വിത്ത്. ഇതിൻ്റെ മുമ്പേ നമ്മൾ മുളക് അറുത്ത് ഉണക്കാൻ വെച്ചിരുന്നു. അതൊക്കെ നീര് വന്ന് തിന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നഷ്ടമായി. ഇനിയിപ്പോൾ ഇതേ കിട്ടിയിട്ടുള്ളൂ. ആവശ്യക്കാർക്ക് ചോദിക്കാം.